وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ رَأَيْتَ الْمُنَافِقِينَ يَصُدُّونَ عَنكَ صُدُودًا. അള്ളാഹുവിങ്കൽ നിന്ന് അവതരിച്ച വേദത്തിലേക്കും ദൈവദൂതനിലേക്കും വരുവിൻ എന്ന് ആവശ്യപ്പെട്ടാലോ ആ കപടന്മാർ നിന്നിൽ നിന്ന് തികച്ചും പിന്തിരിയുന്നതായി കാണാം. അനുകൂലമായി വിധി കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ നബി തിരുമേനിയുടെ അടുത്ത് വരിക. വിധി പ്രതികൂലമായേക്കുമോ എന്ന് ആശങ്കയുണ്ടാകുമ്പോൾ തിരുമേനിയുടെ അടുത്ത് വരാതിരിക്കുക. ഇതായിരുന്നു കപടന്മാരുടെ പൊതുനയം. ഇന്നത്തെ പല മുനാഫിക്കുകളുടെയും അവസ്ഥയും ഏറെക്കുറെ ഇതാണ്. ശരീഅത്ത് വിധി തങ്ങൾക്കനുകൂലമായി കാണുമ്പോൾ അവരത് സ്വീകരിക്കാൻ തയ്യാറാവും. അല്ലാത്ത പക്ഷം തങ്ങളുടെ ഉദ്ദേശത്തിനനുസൃതമായ വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന മാർഗം സ്വീകരിക്കും. അത് ദൈവേതര നിയമമായാലും നാട്ടുനടപ്പായാലും മറ്റെന്തായാലും ശരി. فَكَيْفَ إِذَا أَصَابَتْهُم مُّصِيبَةٌ بِمَا قَدَّمَتْ أَيْدِيهِمْ ثُمَّ جاءوك يحلفون بالله إن أردنا إلا إحسانا وتوفيقا. എന്നാൽ സ്വകരങ്ങളാൽ വരുത്തിവച്ച വിനകൾ അവരെ ബാധിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ അവർ നിന്റെ അടുത്തുവന്ന് ആണയിട്ട് പറയുന്നു, ദൈവം സാക്ഷി, ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇരുപക്ഷത്തെയും എങ്ങനെയെങ്കിലും യോജിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശ്യം. മുൻ സൂക്തത്തിൽ സൂചിപ്പിച്ച കപടനയം യഥാർത്ഥ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ ദുഷ്ചെയ്തി ചോദ്യം ചെയ്യപ്പെടുമെന്നും ശിക്ഷ ലഭിക്കുമെന്നും ഭയപ്പെടുന്ന മുനാഫിക്കുകളുണ്ടല്ലോ, അവർ അല്ലാഹുവെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് തങ്ങളുടെ ഈമാനും ഉദ്ദേശശുദ്ധിയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇതായിരിക്കണം ഈ സൂക്തത്തിന്റെ ആശയം. أولئك الذين يعلم الله ما في قلوبهم فأعرض عنهم وعظهم وقل لهم في أنفسهم قولا بليغا. എന്നാൽ അവരുടെ മനസ്സുകളിലുള്ളതെന്തെന്ന് അല്ലാഹു അറിയുന്നുണ്ട്. അവരുടെ ചെയ്തികൾ അവഗണിക്കുക, അവരെ ഉദ്ബോധിപ്പിക്കുക, അവരുടെ ഹൃദയങ്ങളിൽ തറയ്ക്കും വിധം സതുപദേശം ചെയ്യുക. وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അവർക്ക് പറഞ്ഞുകൊടുക്കുക, അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. തങ്ങളോട് തന്നെ അധർമ്മം പ്രവർത്തിച്ചപ്പോൾ അവർ നിന്നെ സമീപിക്കുകയും അല്ലാഹുവിനോട് മാപ്പിരക്കുകയും ദൈവദൂതനും അവർക്ക് വേണ്ടി മാപ്പിരക്കുകയും ചെയ്യുക എന്ന നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ തീർച്ചയായും മാപ്പരുളുന്നവനും ദയാപരനുമായി തന്നെ അവർ കണ്ടെത്തുമായിരുന്നു. പ്രവാചകന്റെ ദൗത്യത്തിൽ വിശ്വസിക്കുകയും എന്നിട്ട് യഥേഷ്ടം മറ്റുള്ളവരെ അനുസരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയല്ല അല്ലാഹു അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം കൊണ്ടുവന്ന ജീവിത നിയമം പിന്തുടരാനും മറ്റെല്ലാ നിയമങ്ങളെയും പരിത്യജിച്ച് പ്രവാചകൻ നൽകിയ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടി മാത്രമാണ്. ആരത് ചെയ്യുന്നില്ലയോ അവൻ റസൂലിനെ അംഗീകരിച്ചിട്ടില്ലെന്ന് സാരം. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ല മുഹമ്മദേ, നിന്റെ നാഥനാണ് സത്യം. അവർക്കിടയിലുള്ള തർക്കങ്ങളിൽ നിന്നെ വിധികർത്താവായി സ്വീകരിക്കുകയും എന്നിട്ട് നീ നൽകുന്ന വിധി തീർപ്പുകളിൽ മനപ്രയാസം തോന്നാതെ പൂർണ്ണമായി സമ്മതിക്കുകയും ചെയ്യും വരെ
അക്കൂട്ടർ വിശ്വാസികളാവുകയില്ല തന്നെ. തിരുമേനിയുടെ ജീവിതകാലത്തേക്ക് മാത്രമുള്ളതല്ല ഈ വിധി, അന്ത്യനാൾ വരേക്കുള്ളതാണ്. മുസ്ലിങ്ങൾക്കിടയിൽ എല്ലാ കാലത്തേക്കുമുള്ള വിധിനിർണായകമായ പ്രമാണം അവിടുന്ന് സമർപ്പിച്ച ദൈവിക നിർദ്ദേശവും അതിന്റെ പ്രായോഗിക മാതൃകയായ ജീവിതചര്യയുമാകുന്നു. അത് അംഗീകരിക്കുന്നതിനെയും തിരസ്കരിക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു മനുഷ്യന്റെ വിശ്വാസവും അവിശ്വാസവും. നബി തിരുമേനി ഇപ്രകാരം പ്രസ്താവിച്ചതായി ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു: നിങ്ങളുടെ ഇച്ഛ ഞാൻ അവതരിപ്പിച്ച ആദർശചര്യയെ പിന്തുടരാത്ത കാലത്തോളം നിങ്ങളാരും വിശ്വാസികളാവുകയില്ല. ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا. നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കണമെന്നോ സ്വവസതികൾ വിട്ടുപോകണമെന്നോ നാം ആജ്ഞാപിച്ചിരുന്നുവെങ്കിൽ അവരിൽ കുറച്ചുപേർ മാത്രമേ അപ്രകാരം പ്രവർത്തിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഉപദേശിക്കപ്പെട്ടതിൻപടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്കേറ്റം ഗുണകരവും ഏറെ സ്ഥിരത നൽകുന്നതും. ശരീഅത്ത് പിന്തുടരുന്നതിന്റെ പേരിൽ ചെറിയൊരു നഷ്ടമോ ബുദ്ധിമുട്ടോ സഹിക്കാൻ പോലും തയ്യാറില്ലാത്ത ഈ കൂട്ടരിൽ നിന്നാണോ വമ്പിച്ച ത്യാഗം പ്രതീക്ഷിക്കേണ്ടത്? അവരോട് ജീവത്യാഗത്തിനോ ദേശത്യാഗത്തിനോ ആവശ്യപ്പെടുന്ന പക്ഷം അവരതിൽ നിന്ന് ഓടിയൊളിക്കുകയും അവിശ്വാസത്തിന്റെയും ധിക്കാരത്തിന്റെയും നയം സ്വീകരിക്കുകയും ചെയ്യും. സംശയവും ചാഞ്ചാട്ടവും ഉപേക്ഷിച്ച് ഏകാഗ്രചിത്തരായി റസൂലിനെ അനുസരിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതം ചാഞ്ചാട്ടത്തിൽ നിന്ന് സംരക്ഷിതമാകുമായിരുന്നു. അവരുടെ ചിന്തയും സദാചാരവും എന്നുവേണ്ട സകലതും സുസ്ഥിരവും ഭദ്രവുമായ അസ്ഥിവാരത്തിൽ നിലകൊള്ളുമായിരുന്നു. ഈ അനുഗ്രഹം അന്യമായ ആർക്കും ജീവിതത്തിന്റെ നേർപാതയിൽ ഉറച്ചു നിൽക്കാനാവില്ല. ചിലപ്പോൾ ഈ മാർഗത്തിലും ചിലപ്പോൾ ആ മാർഗത്തിലും പോയിക്കൊണ്ടിരിക്കുന്ന സംശയാലുക്കൾക്ക് മനഃശാന്തി അന്യമാകുന്നു. അവരുടെ മുഴുജീവിതവും ജലരേഖ പോലെ നിഷ്ഫലമായിത്തീരും. وَإِذًا لَآتَيْنَاهُمْ مِن لَّدُنَّا أَجْرًا عَظِيمًا. അവ്വിധം ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ പക്കൽ നിന്നുള്ള അതിമഹത്തായ പ്രതിഫലം അവർക്ക് നൽകുമായിരുന്നു. وَلَهَدَيْنَاهُمْ صِرَاطًا مُسْتَقِيمًا. അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുമായിരുന്നു. സംശയം കൈവിട്ട് വിശ്വാസത്തോടെ റസൂലിനെ അനുസരിക്കാൻ തീർച്ചപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരുടെ മുമ്പിൽ നേരായ പ്രവർത്തന മാർഗം തെളിഞ്ഞു കാണും എന്നർത്ഥം. തങ്ങളുടെ അധ്വാനവും കഴിവും ഏതു മാർഗത്തിൽ വിനിയോഗിച്ചാലാണ് സാക്ഷാൽ ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്ന് അപ്പോൾ അവർ തിരിച്ചറിയുന്നു. وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِم مِّنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവർ അള്ളാഹുവിന്റെ അനുഗ്രഹഭാജനമായവരുടെ കൂടെ, അഥവാ പ്രവാചകന്മാരുടെയും സത്യവാൻമാരുടെയും രക്തസാക്ഷികളുടെയും സച്ചരിതരുടെയും കൂടെയാകുന്നു. എത്ര ഉത്കൃഷ്ടരായ സഖാക്കൾ! അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരുടെ ഗുണം വർണ്ണിക്കുകയാണ് ഈ സൂക്തം. സത്യസന്ധതയുടെയും സന്മാർഗബോധത്തിന്റെയും പരമോന്നതി പ്രാപിച്ച നയങ്ങളിലും പെരുമാറ്റത്തിലും എപ്പോഴും ശരിയായ മാർഗം അവലംബിക്കുന്ന, സത്യത്തോടും നീതിയോടും സർവാത്മന കൂറുപുലർത്തുന്ന, സത്യവിരുദ്ധമായ സംഗതികൾക്കെതിരെ സമരം നടത്താൻ ഒരു അധൈര്യവും കാണിക്കാത്ത നിഷ്കളങ്ക സച്ചരിതന്മാർക്കാണ് സത്യവാൻമാർ അഥവാ സിദ്ദീഖുകൾ എന്ന് പറയുന്നത്. സാക്ഷി എന്നാണ് ഷഹീദിന്റെ ഭാഷാർത്ഥം. സ്വന്തം ജീവിതം കൊണ്ട് വിശ്വാസത്തിന്റെ സത്യതയും ആത്മാർത്ഥതയും സാക്ഷാത്കരിച്ചവനാണ് ഇവിടെ വിവക്ഷ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്ത് ആദർശനിഷ്ഠ തെളിയിച്ചതുകൊണ്ടാണ് രക്തസാക്ഷിക്ക് ഷഹീദ് എന്ന് പറയുന്നത്.
തങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന കാര്യം സത്യമെന്ന് സർവരും സമ്മതിക്കുന്ന ഏറ്റവും വിശ്വാസയോഗ്യരായ ആളുകൾക്കും ഷഹീദുകൾ എന്ന് പറയുന്നു. സച്ചരിതർ അഥവാ സ്വാലിഹുകൾ എന്നതിന്റെ വിവക്ഷ ഇതാണ്. ആദർശാഭിപ്രായത്തിലും ഉദ്ദേശ്യലക്ഷ്യങ്ങളിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം സന്മാർഗത്തിൽ നിലകൊള്ളുകയും ജീവിതം മൊത്തത്തിൽ നന്മയിൽ അധിഷ്ഠിതമാക്കുകയും ചെയ്തവർ. ഇഹത്തിൽ ഇപ്രകാരമുള്ള സജ്ജനങ്ങളുടെ സൗഹൃദം ലഭിച്ച മനുഷ്യൻ അതീവ ഭാഗ്യവാനത്രേ. പരത്തിലും അതേ സജ്ജനങ്ങളുടെ സഹവാസം അവർക്ക് ലഭിക്കും. ദുഷ്ടരും ദുർവൃത്തരുമായ ജനങ്ങളോടൊപ്പം പുലരുക എന്നത് ഇഹലോകത്ത് തന്നെ വേദനാജനകമായ ഒരു ശിക്ഷയാണ്. പരലോകത്തും ഇതേ ആൾക്കാരുടെ സഹവാസം ഒരാൾക്ക് വിധിക്കപ്പെട്ടാലുള്ള അവസ്ഥ പറയേണ്ടതില്ലല്ലോ. അതിനാൽ അള്ളാഹുവിന്റെ സദ്വൃത്തരായ ദാസന്മാർ സദാ ആശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതായിരിക്കും: സജ്ജനങ്ങളുടെ ഒരു സമൂഹം തങ്ങൾക്കുണ്ടായിരിക്കുക, സജ്ജനങ്ങളോടുകൂടി തന്നെ മരണാനന്തര ജീവിതം ആസ്വദിക്കുകയും ചെയ്യുക. ذلك الفضل من الله وكفى بالله عليما. ഇതാകുന്നു അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന യഥാർത്ഥ അനുഗ്രഹം. യാഥാർത്ഥ്യജ്ഞാനത്താൽ മതിയായവൻ അള്ളാഹു തന്നെ.